ഹലോ എവ്രി വൺ, എല്ലാവർക്കും PSC ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ന്യൂ SCRT സീരീസിലെ പുതിയ ക്ലാസ്സാണ് ഇന്ന്. നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കുറച്ചധികം ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ 5th തൊട്ട് 10th സ്റ്റാൻഡേർഡ് വരെയുള്ള സോഷ്യൽ സയൻസിൻ്റെ SCRT ടെക്സ്റ്റ്, ന്യൂ SCRT ടെക്സ്റ്റാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഏകദേശം സോഷ്യൽ സയൻസിൻ്റെ ടെക്സ്റ്റുകൾ ഏകദേശം തീർന്നുകൊണ്ടിരിക്കുകയാണ്. അവസാന ഭാഗത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. സിലബസ് പ്രകാരം വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള അധ്യായങ്ങൾ ഒഴികെ ബാക്കി എല്ലാ അധ്യായങ്ങളും നമ്മളിവിടെ പഠിച്ച് തീർക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇന്നലെ നമ്മൾ പഠിച്ചു നിർത്തിയ ചാപ്റ്ററിൻ്റെ തൊട്ട് അടുത്ത ചാപ്റ്ററാണ് നമ്മൾ പഠിക്കുന്നത്. ടെക്സ്റ്റ് ഏതാണ്? സ്റ്റാൻഡേർഡ് 10th വരുന്ന സാമൂഹ്യശാസ്ത്രം 1 ഭാഗം 2 വരുന്ന അധ്യായമാണ്. ഇന്നലെ നമ്മൾ പഠിച്ച അധ്യായം ഏതായിരുന്നു? കൂട്ടുകാരെല്ലാവരും ഇന്നലത്തെ ക്ലാസ് കണ്ടിട്ടുണ്ടാവില്ലേ? ഈ ഒരു അധ്യായം നമ്മൾ പഠിച്ചു കഴിഞ്ഞതല്ലേ? സ്വാതന്ത്ര്യത്തിനായുള്ള ബഹുജന മുന്നേറ്റം എടുത്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പഠിച്ചു തീർത്തിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം എന്ന ഈ ഒരു അധ്യായമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ഓൾറെഡി ഈ ഒരു ടെക്സ്റ്റിൽ ജനാധിപത്യം ഒരു ഇന്ത്യൻ അനുഭവം എന്ന അധ്യായം പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം എന്ന അധ്യായമാണ് പഠിക്കുന്നത്. അപ്പോൾ പുതിയതായി വന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടെലിഗ്രാം ചാനലിൽ ഏതൊക്കെ വീഡിയോസാണ് നമ്മൾ ഇനി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്, നാളത്തെ ക്ലാസ് ഏത് എന്നുള്ള രീതിയിലുള്ള അപ്ഡേഷൻസ് ടെലിഗ്രാമിൽ വരുന്നുണ്ട്. അപ്പോൾ തലേന്ന് നിങ്ങൾക്കറിയാം നാളെ ഏത് ക്ലാസ് ആണ് ഉള്ളത് എന്നുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും. അതുപോലെ ഏത് ചാപ്റ്ററാണ്, എത്ര മണിക്ക് ഏതൊക്കെ ക്ലാസ്സുകളാണ് ഉള്ളത് എന്നുള്ളതും നമ്മൾ ടെലിഗ്രാം ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്ത കുട്ടികൾ എത്രയും വേഗം ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം, നമ്മൾ 6th ചാപ്റ്ററിൽ, കഴിഞ്ഞ ദിവസത്തെ ചാപ്റ്ററിൽ നമ്മൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതുവരെയുള്ള കാര്യങ്ങൾ, ആ ഒരു ചരിത്രത്തിൻ്റെ വിശദീകരണമൊക്കെ SCRT രൂപത്തിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ സ്വതന്ത്ര ഇന്ത്യയുടെ വർത്തമാനം എന്ന ഈ ഒരു അധ്യായത്തിൽ ഇന്ത്യയും കേരളവും ഇന്നത്തെ രീതിയിൽ രൂപപ്പെട്ടു വന്നതിൻ്റെ പശ്ചാത്തലം പരിശോധിക്കാൻ പോവുകയാണ്. അവ നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഈ ഒരു അധ്യായത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നും ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയിട്ടുള്ള 1947 ഓഗസ്റ്റ് 15 രാവിലെ ഡൽഹി നഗരത്തിൽ കണ്ട കാഴ്ചകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ന്യൂഡൽഹിയിൽ തടിച്ചുകൂടുന്ന ജനലക്ഷങ്ങൾ, എല്ലാ ഭാഗത്തു നിന്നും അവർ വന്നെത്തിയിരുന്നു. ഉല്ലാസത്തോടെ മണികൾ കിലുക്കിക്കൊണ്ട് നിരനിരയായി കുതിരവണ്ടികൾ, മരച്ചക്രങ്ങളിൽ ഘടിപ്പിച്ച തട്ടുകളിൽ നിറയെ ജനങ്ങളെയും വലിച്ചുകൊണ്ടുവരുന്ന ജീനികളും കുളമ്പുകളുമൊക്കെ ഓറഞ്ചും പച്ചയും വെള്ളയും നിറമുള്ള ചായം കൊണ്ട് വരയിട്ട് അലങ്കരിച്ച കാളകൾ, ചായം വരച്ചൊരുക്കിയ മേൽത്തട്ടും പാർശ്വങ്ങളുമുള്ള ട്രക്കുകളിൽ കവിഞ്ഞൊഴുകുന്ന ജനങ്ങൾ, കഴുതപ്പുറത്തും കുതിരപ്പുറത്തും സൈക്കിളിന്മേലും നടന്നും ഓടിയും ജനങ്ങൾ വന്നു. തലപ്പാവുകളുമായി നാട്ടിൻ പുറത്തുകാർ ഉത്സവമോടിയിൽ തിളങ്ങുന്ന സാരി ഉടുത്ത് തങ്ങൾക്കുള്ള മുഴുവൻ ആഭരണങ്ങളും കയ്യിലും കാതിലും വിരലിലും മൂക്കിലുമൊക്കെ ധരിച്ച അവരുടെ സ്ത്രീകളോടൊപ്പം വന്നെത്തി. അവർ വിളിച്ചു പറഞ്ഞു, ബ്രിട്ടീഷുകാർ പോവുകയായി, നെഹ്റു ഒരു പുതിയ കൊടി ഉയർത്താൻ പോവുകയാണ്, നാം സ്വതന്ത്രരായിരിക്കുന്നു. ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ് എന്ന ഈ ഒരു പുസ്തകത്തിൽ നിന്ന് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ചാപ്റ്ററിലും ഈ ഒരു പുസ്തകത്തിൽ നിന്നുള്ള റെഫറൻസ് ഭാഗം വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ഒരു പുസ്തകത്തിൽ നിന്ന് തന്നെയാണ് ഈ ഒരു ഭാഗവും നൽകിയിട്ടുള്ളത്. അപ്പം അങ്ങനെ 1947 ഓഗസ്റ്റ് 15 രാവിലെ ഡൽഹിയിൽ കണ്ട കാഴ്ചയെക്കുറിച്ചാണ് ഇവിടെ വിശദമായി വിവരിച്ച് നൽകിയിട്ടുള്ളത്. എന്തെല്ലാമാണ് ആ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത? നമ്മൾ സ്വാതന്ത്ര്യം നേടിയ, ഇന്ത്യ സ്വതന്ത്രമായ ദിനമാണത്. ഇന്ത്യ സ്വതന്ത്രമായ ദിനം ആഘോഷിക്കാൻ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങൾ ഡൽഹിയിലേക്ക് ഒഴുകിയെത്തി. നമ്മുടെ രാജ്യം സ്വതന്ത്രമാകുന്നതിനോടൊപ്പം തന്നെ ഇന്ത്യ, പാകിസ്ഥാൻ എന്നിങ്ങനെ 2 സ്വതന്ത്ര രാജ്യങ്ങളായി വിഭജിക്കപ്പെടുകയും ചെയ്തു. വിഭജിക്കപ്പെട്ടതുകൊണ്ട് തന്നെ, അതിനാൽ തന്നെ ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യദിനം സന്തോഷത്തിനൊപ്പം സന്താപവും നിറഞ്ഞ ഒരു അവസരമായി മാറുകയാണ് ഉണ്ടായത്. അങ്ങനെ ഇവിടെ ഒരു വിഭജനം സംഭവിക്കുകയാണ്. അപ്പോൾ വിഭജനാനന്തര ഇന്ത്യയെക്കുറിച്ച് പഠിക്കുമ്പോൾ ആദ്യം ഈ ഒരു മാപ്പ് നോക്കാം. മാപ്പ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എന്താണ്?
ഈ ഒരു വിഭജനത്തെ തുടർന്ന് ചില ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകൾ പാകിസ്ഥാന്റെ ഭാഗമായി മാറി എങ്കിൽ കൂടിയും ഭൂരിപക്ഷം പ്രദേശങ്ങളും ഇന്ത്യയുടെ തന്നെ ഭാഗമായിട്ടാണ് ഇവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു മാപ്പ് നോക്കുമ്പോൾ നമുക്കത് ക്ലിയർ ആണ്. കിഴക്കൻ പാകിസ്ഥാൻ എന്ന ഇവിടെ ഒരു ഭാഗവും പടിഞ്ഞാറൻ പാകിസ്ഥാൻ എന്ന ഇവിടെ ഒരു ഭാഗവും ഒഴിച്ചാൽ ബാക്കി ഈ ഭൂരിഭാഗം ഭാഗവും ഇന്ത്യയുടേത് തന്നെയായിട്ടാണ് നിലനിൽക്കുന്നത്. ഇന്ത്യ വിഭജനത്തിന്റെ വിശദമായ ഭൂപടം തയ്യാറാക്കുന്നതിനായിട്ട് ലണ്ടനിലെ പ്രസിദ്ധ അഭിഭാഷകനായിരുന്ന സിറിൽ റാഡ്ക്ലിഫിനെയായിരുന്നു ചുമതലപ്പെടുത്തിയിരുന്നത്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ നിർണ്ണയിക്കുന്നതിനുള്ള ബൗണ്ടറി കമ്മീഷൻ നിയമിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലൊരു കമ്മീഷൻ നിയമിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖ നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ട്. ഈ ഒരു ബൗണ്ടറി കമ്മീഷനെ നിയമിച്ചിട്ടുള്ളത് ലോർഡ് മൗണ്ട് ബാറ്റൺ ആയിരുന്നു കേട്ടോ. ലോർഡ് മൗണ്ട് ബാറ്റൺ ബൗണ്ടറി കമ്മീഷന്റെ ചെയർമാൻ ആയിട്ട് നിയമിച്ച വ്യക്തിയാണ് സിറിൽ റാഡ്ക്ലിഫ്. അങ്ങനെ ഇന്ത്യ വിഭജനത്തിന്റെ വിശദമായ ഭൂപടം തയ്യാറാക്കുന്നതിനായി സിറിൽ റാഡ്ക്ലിഫ് ചുമതലയേൽക്കുകയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ സിറിൽ റാഡ്ക്ലിഫ് വരച്ച അതിർത്തി രേഖ ഇപ്രകാരമാണ് പറയുന്നത്. ഇന്ത്യ പാക് വിഭജനത്തിന്റെ ഭാഗമായി അതിർത്തി രേഖ തയ്യാറാക്കിയ ഇദ്ദേഹം സിറിൽ റാഡ്ക്ലിഫ് ഇതിനു മുൻപ് ഇന്ത്യ സന്ദർശിക്കുകയോ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ മനസ്സിലാക്കുകയോ ചെയ്തിരുന്നില്ല. അങ്ങനെയാണ് ഇന്ത്യയെക്കുറിച്ച് യാതൊരുവിധ മുൻധാരണയും ഇല്ലാതെ തന്നെ വെറും 5 ആഴ്ച കൊണ്ട് അദ്ദേഹം ഈ ഒരു റാഡ്ക്ലിഫ് രേഖ തയ്യാറാക്കുന്നത്. അങ്ങനെ ആ ഒരു രേഖ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി രേഖയായിട്ടുള്ള റാഡ്ക്ലിഫ് ലൈൻ 1947 ഓഗസ്റ്റ് 17 നിലവിൽ വരികയാണ് ഉണ്ടായത്. 1947 ഓഗസ്റ്റ് 17 റാഡ്ക്ലിഫ് ലൈൻ നിലവിൽ വന്നു. ഈ ഒരു മാപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലായി വിഭജനത്തെ തുടർന്ന് ചില ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകൾ പാകിസ്ഥാന്റെ ഭാഗമായി മാറി എങ്കിലും ഭൂരിപക്ഷം പ്രദേശങ്ങളും ഇന്ത്യയിൽ തന്നെ നിലനിന്നു എന്നത്. എന്നാൽ ബംഗാൾ, പഞ്ചാബ് എന്നീ പ്രവിശ്യകൾ മാത്രം വിഭജിക്കപ്പെട്ടു. പശ്ചിമ ബംഗാൾ ഇന്ത്യയിൽ നിലനിന്നപ്പോൾ പൂർവ്വ ബംഗാൾ കിഴക്കൻ പാകിസ്ഥാനിലായിട്ട് മാറി. അതുപോലെ പൂർവ്വ പഞ്ചാബ് ഇന്ത്യയുടേതും പശ്ചിമ പഞ്ചാബ് പാകിസ്ഥാന്റെയും ഭാഗമായി മാറി. ഇതും കൂടാതെ അസമിൽ നടത്തിയ ഹിതപരിശോധനയെ തുടർന്ന് സിൽഹെറ്റ് കിഴക്കൻ പാകിസ്ഥാന്റെ ഭാഗമായി മാറി. ബംഗാൾ, പഞ്ചാബ് എന്നീ പ്രവിശ്യകളാണ് ഇന്ത്യക്കും പാകിസ്ഥാനുമായിട്ട് വിഭജിക്കപ്പെട്ടിട്ടുള്ളത്. വിഭജനത്തെ തുടർന്ന് ഭൂരിപക്ഷം പ്രദേശങ്ങളും ഇന്ത്യയിൽ തന്നെ നിലനിന്നു. പശ്ചിമ ബംഗാൾ, പൂർവ്വ പഞ്ചാബ് എന്നിവ ഇന്ത്യയുടെ ഭാഗമായി മാറുകയും പടിഞ്ഞാറൻ പഞ്ചാബ്, പൂർവ്വ ബംഗാൾ എന്നിവ പാകിസ്ഥാന്റെ ഭാഗമായി മാറുകയും ചെയ്തു. അസം പ്രവിശ്യയിലെ സിൽഹെറ്റ്, അതിൽ കരിംഗഞ്ച് എന്നൊരു പ്രദേശം ഒഴികെ സിൽഹെറ്റ് കിഴക്കൻ പാകിസ്ഥാന്റെ ഭാഗമായി മാറുകയും ചെയ്തു. അങ്ങനെ വിഭജനാനന്തരം പാകിസ്ഥാന്റെ ഭാഗമായ പടിഞ്ഞാറൻ പഞ്ചാബിൽ നിന്ന് ഹിന്ദുക്കളും സിഖുകാരും ഇന്ത്യയിലേക്ക് പിന്നീട് പലായനം ചെയ്തു. കൂടാതെ ഇന്ത്യൻ പഞ്ചാബിൽ നിന്ന് മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്കും പലായനം ചെയ്തു. എന്താണ് ഇവിടെ പറഞ്ഞ ഈ സിൽഹെറ്റും ഹിതപരിശോധനയും എന്ന് നമുക്ക് നോക്കാം. ബ്രിട്ടീഷ് ഭരണകാലത്ത് അസം പ്രവിശ്യയുടെ ഭാഗമായിരുന്ന പ്രദേശമാണ് ഈ സിൽഹെറ്റ് എന്നത്. പിന്നീട് 1947 മൗണ്ട് ബാറ്റൺ പദ്ധതി പഞ്ചാബിനെയും ബംഗാളിനെയും വിഭജിച്ചു. അതിനോടൊപ്പം സിൽഹെറ്റിൽ വിശദമായ രീതിയിൽ ഹിതപരിശോധന നടത്തുവാൻ ശുപാർശ ചെയ്യപ്പെട്ടു. ഇതേ തുടർന്ന് നടന്ന ഹിതപരിശോധനയുടെ ഫലമായിട്ട് ഈ സിൽഹെറ്റിലെ ഭൂരിഭാഗം പ്രദേശങ്ങളും കിഴക്കൻ പാകിസ്ഥാനിൽ ചേരുന്നതിന് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുകയും സിൽഹെറ്റിലെ കരിംഗഞ്ച് പ്രദേശം ഒഴികെയുള്ള മറ്റു പ്രദേശങ്ങൾ അവിടെ ചേരുകയുമാണ് ചെയ്തത്. കരിംഗഞ്ച് പ്രദേശം മാത്രമാണ് അസം പ്രവിശ്യയുടെ ഭാഗമായി ഇന്ത്യയോടൊപ്പം നിലകൊണ്ടത്. ക്ലിയർ ആണോ? ഇതാണ് സിൽഹെറ്റും ഹിതപരിശോധനയും. വിഭജനാനന്തരം പാകിസ്ഥാന്റെ ഭാഗമായ പടിഞ്ഞാറൻ പഞ്ചാബിൽ നിന്ന് ഹിന്ദുക്കളും സിഖുകാരും ഇന്ത്യയിലേക്ക് പലായനം ആരംഭിച്ചു. അതേസമയം ഇന്ത്യൻ പഞ്ചാബിൽ നിന്ന് മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് നീങ്ങി. ഇവിടെ ബംഗാൾ വിഭജിതമായിട്ടുണ്ട് എങ്കിൽ കൂടിയും പഞ്ചാബിൽ സംഭവിച്ചതുപോലെ ഒരു കൂട്ടപാലായനം ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. അതിന് കുറച്ച് കാരണങ്ങളുണ്ട്. അവയാണ് ഇവിടെ താഴെ പറയുന്നത്. 1905 ബംഗാൾ വിഭജനത്തിനെതിരായ മുന്നേറ്റത്തിലൂടെ ഒരു മതനിരപേക്ഷതയിലൂന്നിയിട്ടുള്ള ഒരു ദേശീയത അവിടെ വളർന്നു വന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഒന്നാമത്തെ കാരണം.
ബംഗാൾ ജനതയുടെ ഭാഷാപരമായിട്ടുള്ളൊരു ഐക്യം നിലനിന്നിരുന്നു അവിടെ. അതുപോലെ ബ്രഹ്മപുത്ര നദിയും അവയുടെ പോഷക നദികളും ഇരു രാജ്യങ്ങളിലേക്കുമുള്ള പെട്ടെന്നുള്ള പാലായനത്തിന് വിഘാതമാവുകയും ചെയ്തു. ഇവയെല്ലാമാണ് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത്, ഇത്തരത്തിലൊരു കൂട്ടപ്പാലായനം സംഭവിക്കാതിരിക്കുന്നതിനായിട്ട്. ഇനി വിഭജനം നോവായി മാറിയപ്പോൾ ഇവിടെ ഒരു ഗ്രന്ഥത്തിൽ നിന്നുള്ള കുറച്ച് ഭാഗങ്ങളാണ് തന്നിട്ടുള്ളത്. ഉർവശി ഭൂട്ടാലിയ എഴുതിയിട്ടുള്ള ഉർവശി ഭൂട്ടാലിയയുടെ മൗനത്തിൻ്റെ മറുപുറം, ദി അതർ സൈഡ് ഓഫ് സൈലൻസ് എന്ന ഈ ഒരു ഗ്രന്ഥത്തിൽ നിന്നുള്ള കുറച്ച് വരികളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഈയിടെയായി ഉണ്ടായിട്ടുള്ള കലാപത്തിനിടയിൽ റാവൽപിണ്ടി ജില്ലയിലെ തോവാഖൽസ ഗ്രാമത്തിലെ 90 സ്ത്രീകൾ കിണറ്റിൽ ചാടി മുങ്ങി മരിച്ച സംഭവം പഞ്ചാബിലെ ജനങ്ങളുടെ ഭാവനാശക്തിയെ വല്ലാതെ മന്ദീകരിച്ചിരിക്കുകയാണ്. പുരുഷന്മാർക്ക് അവരെ രക്ഷിക്കാനാകാതെ വരുമ്പോൾ ആത്മാഹുതി നടത്തിയ രാജസ്ഥാനിലെ സ്ത്രീകളുടെ പാരമ്പര്യമാണ് ഇവിടെ പുനർജനിച്ചത്. 1 മാസം മുൻപ് വടികളും കൈത്തോക്കുകളും കൈബോംബുകളും ഏന്തിയ ഒരു വർഗീയ സംഘം ആ ഗ്രാമത്തെ വളഞ്ഞു. ഗ്രാമവാസികൾ അവരാലാവും വിധം ചെറുത്തു നിന്നു. ഒടുവിൽ അവർക്ക് കീഴടങ്ങേണ്ടി വന്നു. തുടർന്ന് കൂടിയാലോചനകൾ നടത്തി അക്രമികൾ 10,000 രൂപ ആവശ്യപ്പെട്ടു. ഉടൻ തന്നെ അത് കൊടുക്കുകയും ചെയ്തു. മടങ്ങി വരികയില്ലെന്ന് ഉറപ്പ് കൊടുത്തുകൊണ്ട് അക്രമികൾ തിരിച്ചുപോയി. അടുത്ത ദിവസം തന്നെ ആ ഉറപ്പ് ലംഘിക്കപ്പെട്ടു. അവർ വീണ്ടും വന്നു. കൂടുതൽ പണം ആവശ്യപ്പെട്ടു. തർക്കത്തിനിടയിൽ എതിർത്തവരിൽ 40 പേരെ അവർ വെട്ടിക്കൊന്നു. വളരെയധികം ഉണ്ടായിരുന്ന ശത്രുക്കളുടെ കടന്നുകയറ്റം തടയാൻ ആ ഗ്രാമവാസികൾക്ക് കഴിഞ്ഞില്ല. അവരുടെ സ്ത്രീകൾ ധൃതി പിടിച്ച് ഒത്തുകൂടി. അവരുടെ ആത്മാഭിമാനം ഒഴികെ മറ്റെല്ലാം നഷ്ടപ്പെടുമെന്നവർക്ക് ബോധ്യമായപ്പോൾ 90 സ്ത്രീകൾ ഒരു ചെറിയ കിണറ്റിൽ ചാടി. 3 പേരെ രക്ഷപ്പെടുത്തി. എല്ലാവർക്കും മുങ്ങി മരിക്കാനുള്ള വെള്ളം ആ കിണറ്റിലില്ലായിരുന്നു. ഇപ്രകാരമാണ് മൗനത്തിൻ്റെ മറുപുറം എന്ന ഈ ഒരു ഗ്രന്ഥത്തിൽ ഉർവശി ഭൂട്ടാലിയ എഴുതിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. 1947 ഏപ്രിൽ 15 ഇത് പ്രസിദ്ധീകരിക്കപ്പെട്ടു. വിഭജന കാലത്ത് പഞ്ചാബിലെ ജനങ്ങൾക്ക് സമാനമായിട്ടുള്ള ഇവിടെ പറഞ്ഞതുപോലെ തന്നെയുള്ള നിരവധി ദുരനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഉറ്റവരെ നഷ്ടപ്പെട്ട ഓർമ്മകൾ ആ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങളിൽ ഇന്നും കാണാനായിട്ട് കഴിയും. അവരുടെ മനോഭാവവും അഭിപ്രായങ്ങളും രൂപീകരിക്കുന്നതിൽ ഈ ഓർമ്മകൾ ഇന്നും സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെ ഒരു ചിത്രത്തിൽ നമുക്ക് കാണാം, അതിർത്തി പ്രദേശങ്ങളിൽ നിന്നും ഇന്ത്യയിലേക്കും പാകിസ്ഥാനിലേക്കും പാലായനം ചെയ്യുന്നവരുടെ ചിത്രങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ ഇത്തരത്തിൽ വിഭജനം എന്നത് ധാരാളം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അപ്പം എന്തൊക്കെയാണ് ഇവ സൃഷ്ടിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ, ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്കും പ്രവഹിച്ചു എന്നുള്ളതാണ്. വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടായി. ഇത്തരത്തിൽ ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ 10,000-ഓളം പേർ കൊല്ലപ്പെടുകയും ചെയ്തു. കൊൽക്കത്ത, ഡൽഹി, ലാഹോർ തുടങ്ങിയ പ്രദേശങ്ങളിൽ വർഗീയ ലഹളകൾ പൊട്ടിപ്പുറപ്പെട്ടു. ഒട്ടേറെ സ്ത്രീകൾക്ക് മാനഹാനി സംഭവിച്ചു. നിരവധി സ്ത്രീകളും കുട്ടികളും തട്ടിക്കൊണ്ടുപോകലിന് ഇരകളാവുകയും ചെയ്തു. ഇത്തരത്തിൽ ഭീകരമായിരുന്നു ആ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. പിന്നെ നമ്മളിപ്പോൾ വർഷങ്ങൾ കടന്ന് എവിടെ എത്തി? 1948 എത്തി നിൽക്കുകയാണ്. അങ്ങനെ ടൈം ലൈൻ പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ 1948 എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വം, നമ്മുടെ രാഷ്ട്രപിതാവ് രക്തസാക്ഷിയായി മാറിയ വർഷമാണ്. മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വം അറിയിച്ചുകൊണ്ട് അന്നത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു നടത്തിയിട്ടുള്ള, രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണിത് ഇവിടെ നൽകിയിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മാഞ്ഞു പോയിരിക്കുന്നു. എവിടെയും ഇരുട്ടാണ്. പ്രകാശം പൊലിഞ്ഞെന്നാണോ ഞാൻ പറഞ്ഞത്? എനിക്ക് തെറ്റുപറ്റി. പ്രകാശിച്ചിരുന്നത് ഒരു സാധാരണ ദീപമായിരുന്നില്ല. 1000 വർഷങ്ങൾക്ക് ശേഷവും അതിവിടെ പ്രകാശം ചൊരിയും. നൂറ്റാണ്ടുകളിലൂടെ 1000 ഹൃദയങ്ങൾക്ക് അത് ആശ്വാസം പകർന്നുകൊണ്ടിരിക്കും. ഇപ്രകാരമായിരുന്നു ജവഹർലാൽ നെഹ്റു മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് നമ്മുടെ രാഷ്ട്രത്തോട് അഭിസംബോധന ചെയ്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഗാന്ധിജിയുടെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയുടെ ചിത്രമാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇദ്ദേഹത്തിൻ്റെ രക്തസാക്ഷിത്വത്തിലേക്ക് നോക്കുമ്പോൾ, ഹിന്ദു മുസ്ലിം ഐക്യത്തിനായിട്ട് പ്രയത്നിച്ച മഹാത്മാഗാന്ധിജിയെ
ന്യൂഡൽഹിയിലെ ബിർള ഹൗസ് അങ്കണത്തിൽ വെച്ച് 1948 ജനുവരി 30 വർഗീയവാദിയായ നാഥുറാം വിനായക് ഗോഡ്സെ വെടിവെച്ച് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായിരുന്നത്. 1948 ജനുവരി 30 ജനുവരി 30 രക്തസാക്ഷി ദിനമാണ്, രക്തസാക്ഷി ദിനം. ഇനി ഭരണഘടനാ നിർമ്മാണത്തിലേക്കാണ് നമുക്ക് പോകേണ്ടത്. ഭരണഘടനയിലേക്കുള്ള പടവുകൾ ആദ്യം പരിശോധിക്കുമ്പോൾ ആധുനിക ഇന്ത്യയുടെ നിർമ്മാണത്തിന് അടിത്തറ പാകിയത് ഭരണഘടനാ രൂപീകരണത്തിലൂടെയാണ്. എപ്പോഴാണ് ഭരണഘടനാ രൂപീകരണം ആരംഭിക്കുന്നത്? ഭരണഘടനാ നിർമ്മാണ സമിതി ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായി. എപ്പോഴാണ് ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായത്? 1946 ഡിസംബർ 6 വർഷം ഇവിടെ നൽകിയിട്ടുണ്ട് 1946. 1946 ഡിസംബർ 6 ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായത് 1946 ഡിസംബർ 6. തുടർന്ന് ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ യോഗം 1946 ഡിസംബർ 9. ഈ ഡേറ്റുകളെല്ലാം തന്നെ എടുത്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 1946 ഡിസംബർ 9 ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്നു. ഈ ആദ്യ സമ്മേളനത്തിൽ ആകെ പങ്കെടുത്തവരുടെ എണ്ണം 207 ആയിരുന്നു. 207. അതിൽ 9 വനിതകളായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. ഇനി എവിടെ വെച്ചായിരുന്നു ഈ ഒരു സമ്മേളനം? ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ യോഗം നടന്നത് ന്യൂഡൽഹിയിലാണ്. ന്യൂഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിൽ വെച്ചിട്ടാണ്. ഇപ്പോഴതറിയപ്പെടുന്നത് സെൻട്രൽ ഹാൾ ഓഫ് പാർലമെന്റ് എന്നാണ് കേട്ടോ. ന്യൂഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിൽ വെച്ചാണ്. ഇപ്പോൾ അറിയപ്പെടുന്ന പേര് സെൻട്രൽ ഹാൾ ഓഫ് പാർലമെന്റ് എന്നാണ്. അങ്ങനെ അപ്പോൾ 1946 ഡിസംബർ 9 ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യത്തെ യോഗം ചേർന്നു. പിന്നീട് എന്താണ്? 1946 ഡിസംബർ 13 ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ പ്രവർത്തനം ഔപചാരികമായി ആരംഭിക്കുന്നു. എപ്പോഴാണ്? 1946 ഡിസംബർ 13 ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രവർത്തനം ഔപചാരികമായി ആരംഭിച്ചു. എപ്പോഴാണ്? 1946 ഡിസംബർ 13. ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചതും ഇതേ തീയതിയിൽ തന്നെയാണ് കേട്ടോ. 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. അങ്ങനെ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ഈ ഒരു ലക്ഷ്യപ്രമേയം 1947 ജനുവരി 22 ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചു. ലക്ഷ്യപ്രമേയം അംഗീകരിച്ചത് എപ്പോഴാണ്? 1947 ജനുവരി 22 ലക്ഷ്യപ്രമേയത്തെ ഭരണഘടനാ നിർമ്മാണ സമിതി അംഗീകരിച്ചത് 1947 ജനുവരി 22 തുടർന്ന് 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ പുതിയ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി. 1949 നവംബർ 26 പുതിയ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകുകയും 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരികയും ചെയ്തു. ഈ ഒരു ടൈം ലൈൻ നിങ്ങൾക്ക് കിട്ടിയില്ലേ? ക്ലിയർ അല്ലേ? 1946 ഡിസംബർ 6 എന്താണ്? ഭരണഘടനാ നിയമനിർമ്മാണ സഭ രൂപീകൃതമായി. 1946 ഡിസംബർ 9 ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ ആദ്യ യോഗം ചേർന്നു. ശേഷം 1946 ഡിസംബർ 13 എന്താണ്? ഔപചാരികമായിട്ട് ആരംഭിക്കുകയും ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുകയും ചെയ്തു. ഈ ലക്ഷ്യപ്രമേയം അംഗീകരിച്ചതെന്നാണ് 1947 ജനുവരി 22 1949 നവംബർ 26 ഭരണഘടനാ നിർമ്മാണ സഭ പുതിയ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരികയും ചെയ്തു. അങ്ങനെ ഭരണഘടന നിലവിൽ വന്ന് ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറി. നമ്മൾ നേരത്തെ പ്രിയാമ്പിളിനെ കുറിച്ച് വിശദമായി പഠിച്ചപ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറി എന്നുള്ളത്. ഭരണഘടന പ്രകാരം 1951-52 നടന്ന സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഒരു പാർലമെന്ററി ജനാധിപത്യ സംവിധാനം നിലവിൽ വരികയും ചെയ്തു. അങ്ങനെ ഭരണഘടന നിലവിൽ വരികയും പാർലമെന്ററി ജനാധിപത്യ സംവിധാനം നിലവിൽ വരികയും ചെയ്തു. ഇവിടെ സ്വതന്ത്ര ഇന്ത്യ നേരിട്ട കുറച്ച് വെല്ലുവിളികളുണ്ട്. എന്തൊക്കെ?
എന്തൊക്കെയാണ്? കോളനിവൽക്കരണത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ഇന്ത്യ സ്വതന്ത്രമായി. ഇത്തരത്തിൽ ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വന്നു. അവയാണിത് ഇവിടെ താഴെ നൽകിയിട്ടുള്ളത്. അഭയാർത്ഥികളുടെ പുനരധിവാസം, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, പോർച്ചുഗീസ് ഫ്രഞ്ച് അധീന പ്രദേശങ്ങളുടെ കൂട്ടിച്ചേർക്കൽ, ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന, ഇന്ത്യൻ സമ്പദ്ഘടന ശക്തിപ്പെടുത്തൽ, സ്വതന്ത്രമായ ഒരു വിദേശ നയം രൂപപ്പെടുത്തൽ, ഇവയെല്ലാം തന്നെ വിശദമായി നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ജസ്റ്റ് എന്താണ് പോയിന്റ്സ് എന്നുള്ളത് മാത്രം പറഞ്ഞു പോയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ വെല്ലുവിളികൾ നേരിടുന്നതിനായി നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് സ്വീകരിച്ച ചില നടപടികളുമുണ്ട്. അവ എന്തൊക്കെയാണ് എന്നും ഈ വെല്ലുവിളികൾ എന്തൊക്കെയാണ് എന്നും ഇത്തരത്തിലുള്ള വെല്ലുവിളികൾക്ക് എന്തെല്ലാം നടപടികളാണ് സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് വിശദമായി പഠിക്കാം. ഒന്നാമതായിട്ട് അഭയാർത്ഥികളുടെ പുനരധിവാസം. അപ്പോൾ വിഭജനാനന്തരം പാകിസ്ഥാനിൽ നിന്നുള്ള 60 ലക്ഷത്തിലധികം ജനങ്ങൾ ഇന്ത്യയിലേക്ക് അഭയാർത്ഥികളായിട്ട് മാറി. ഈ അഭയാർത്ഥികളെ പുനരധിവസിപ്പിക്കാനുള്ള നടപടികൾ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് സ്വീകരിച്ചു. അങ്ങനെ 1951 ആയപ്പോഴേക്കും പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്നുള്ള അഭയാർത്ഥി പ്രശ്നം പൂർണ്ണമായിട്ടും പരിഹരിച്ചു. നമ്മൾ ആ ഒരു മാപ്പ് കണ്ടിട്ടുണ്ടാവും, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പടിഞ്ഞാറൻ പാകിസ്ഥാൻ എവിടെയാണ് എന്നുള്ളത്. ഇത്തരത്തിൽ ഈ ഒരു ഭാഗത്തിൽ, ഇന്ത്യയുടെ ഈ ഒരു ഭാഗത്തു നിന്നുള്ള ഒരു അഭയാർത്ഥി പ്രവാഹം, പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹം പൂർണ്ണമായും പരിഹരിക്കാൻ സാധിച്ചു 1951 ആയപ്പോഴേക്കും. എന്നാൽ വിഭജന കാലത്ത് കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹം താരതമ്യേന കുറവായിരുന്നു. എങ്കിൽ കൂടിയും പിൽക്കാലത്ത് കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ മൂലം കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള അഭയാർത്ഥി പ്രവാഹം പിന്നീട് തുടർന്നുകൊണ്ടേയിരുന്നു. ഇത് പിന്നീട് 1971 ആയപ്പോഴേക്കും 1971 ബംഗ്ലാദേശിൻ്റെ രൂപീകരണം ഉണ്ടാവുകയും അതോടുകൂടി ഈ ഒരു അഭയാർത്ഥി പ്രശ്നം താൽക്കാലികമായി പരിഹരിക്കപ്പെടുകയുമാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ അഭയാർത്ഥി പ്രശ്നം എങ്ങനെ പരിഹരിച്ചു? 1951 ആയപ്പോഴേക്കും പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്നുള്ള അഭയാർത്ഥി പ്രശ്നം പൂർണ്ണമായിട്ട് പരിഹരിച്ചു. പിന്നീട് 1971 ബംഗ്ലാദേശിൻ്റെ രൂപീകരണം ഉണ്ടാവുകയും അതേ തുടർന്നുകൊണ്ട് ഈ ഒരു അഭയാർത്ഥി പ്രശ്നം, കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള അഭയാർത്ഥി പ്രവാഹം താൽക്കാലികമായി പരിഹരിച്ചു. അപ്പോൾ ബംഗ്ലാദേശിൻ്റെ രൂപീകരണം, നമ്മൾ ബംഗ്ലാദേശിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് മനസ്സിലാക്കണം. 1947 ഓഗസ്റ്റ് 15 നമ്മുടെ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചു. ഇത്തരത്തിൽ ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചപ്പോൾ അന്നത്തെ ബംഗ്ലാദേശ് ഉൾപ്പെടുന്ന ഭാഗം കിഴക്കൻ പാകിസ്ഥാൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ആ ഒരു ഭാഗം മാപ്പിൽ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. കിഴക്കൻ പാകിസ്ഥാൻ എന്നാണ് ആ ഒരു ഭാഗം, ഇന്നത്തെ ബംഗ്ലാദേശ് ഉൾപ്പെടുന്ന ഭാഗം അറിയപ്പെട്ടിരുന്നത്. പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്ന് വലിയ രീതിയിലുള്ളൊരു വിവേചനമായിരുന്നു ഈ ഒരു കിഴക്കൻ പാകിസ്ഥാൻ നേരിട്ടിരുന്നത്. അങ്ങനെ കിഴക്കൻ പാകിസ്ഥാൻ 1971 സ്വാതന്ത്ര്യം നേടുകയും ബംഗ്ലാദേശ് എന്നു പേരുള്ള ഒരു രാജ്യമായി മാറുകയുമാണ് ചെയ്തത്. ക്ലിയർ ആണല്ലോ? അപ്പം ഇങ്ങനെയാണ് ബംഗ്ലാദേശിൻ്റെ രൂപീകരണം സംഭവിക്കുന്നത്. ഏത് വർഷം? 1971. അങ്ങനെ അതോടുകൂടി കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള അഭയാർത്ഥി പ്രവാഹം പിന്നീട് താൽക്കാലികമായി പരിഹരിക്കപ്പെട്ടു. മറ്റൊരു വെല്ലുവിളിയായിരുന്നു നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്നത്. 1947 ഇന്ത്യൻ സ്വാതന്ത്ര്യ നിയമപ്രകാരം ഇന്ത്യയിലെ 565 നാട്ടുരാജ്യങ്ങൾക്ക് സ്വതന്ത്ര ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ചേരുവാനോ അല്ലെങ്കിൽ സ്വതന്ത്ര രാജ്യങ്ങളായിട്ട് നിലനിൽക്കുവാനുള്ള അധികാരം ഉണ്ടായിരുന്നു. അതായത് ഇന്ത്യ സ്വതന്ത്രയായതോടു കൂടിയിട്ട് ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിൽ നിന്നും കുറച്ച് നാട്ടുരാജ്യങ്ങൾ സ്വതന്ത്രമാക്കപ്പെട്ടു. എത്ര എണ്ണമാണ്? 565 നാട്ടുരാജ്യങ്ങൾ. ഇന്ത്യ സ്വതന്ത്രയായതോടുകൂടി ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിൽ നിന്നും സ്വതന്ത്രമായ നാട്ടുരാജ്യങ്ങളുടെ എണ്ണം 565 ആണ്. ഇങ്ങനെ ഈ നാട്ടുരാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതോടുകൂടി ഈ നാട്ടുരാജ്യങ്ങൾക്ക് കുറച്ച് അവകാശങ്ങൾ കൊടുത്തു. എങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നെങ്കിൽ ഇന്ത്യയിൽ തന്നെ തുടരുക, അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ചേരുക, അതുമല്ലെങ്കിൽ സ്വതന്ത്രമായി നിൽക്കുകയോ അതിനുള്ള സ്വാതന്ത്ര്യം അവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. സ്വതന്ത്ര രാജ്യങ്ങളായിട്ട് നിൽക്കാനും സാധിച്ചിരുന്നു. ഇങ്ങനെ 3 കാര്യങ്ങളായിരുന്നു അവർക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്.
ഈ വിഷയത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം പക്ഷേ ജനങ്ങൾക്കായിരുന്നില്ല. അവിടെ നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളുണ്ടായിരുന്നു, അവർക്കായിരുന്നു ഈ വിഷയത്തിൽ തീരുമാനമെടുക്കാനുള്ള അധികാരമുണ്ടായിരുന്നത്. അങ്ങനെ ഇത്തരത്തിലുള്ള നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുക എന്നത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യമായിരുന്നു. ഇവിടെ ഇന്ത്യ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിക്കുന്നതിനായി വലിയ രീതിയിലുള്ള ശ്രമം ആരംഭിച്ചു. ഈ ഒരു ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി. ആരൊക്കെ ചേർന്നാണ്, ആരെല്ലാം നേതൃത്വം നൽകിയ സംഘമായിരുന്നു ഇത്തരത്തിൽ പ്രവർത്തിച്ചത്? ആഭ്യന്തരമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സെക്രട്ടറി ആയിരുന്ന VP മേനോനും നയിച്ച സംഘമായിരുന്നു ഈ ഒരു ദൗത്യം ശ്രമകരമായി വിജയിപ്പിച്ചത്. സ്വതന്ത്ര ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് സർദാർ വല്ലഭായ് പട്ടേൽ. അതുപോലെ നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ച മലയാളി ആര് എന്ന് ചോദിച്ചിട്ടുണ്ട്. VP മേനോനുമാണ്. അതാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി നാട്ടുരാജ്യങ്ങളെ ഇപ്രകാരം ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിച്ചു എന്ന് പറഞ്ഞു. ആ ഒരു കരാറിന്റെ പേര്, ആ ഒരു പ്രക്രിയയുടെ പേരാണ് ഇൻസ്ട്രുമെന്റ് ഓഫ് അക്സഷൻ അല്ലെങ്കിൽ ലയന കരാർ എന്ന് പറയുന്നത്. നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിച്ച പ്രക്രിയയാണ് ലയന കരാർ അഥവാ ഇൻസ്ട്രുമെന്റ് ഓഫ് അക്സഷൻ എന്നത്. ഇങ്ങനെ ലയന കരാറിൽ ഒപ്പുവെച്ച് ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ അവർ എല്ലാ നാട്ടുരാജ്യങ്ങളെയും ക്ഷണിക്കുകയാണ് ചെയ്തത്. എന്നാൽ ഇവിടെ ജുനഗഡ്, കാശ്മീർ, തിരുവിതാംകൂർ, ഹൈദരാബാദ് എന്നീ നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികൾ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിക്കുകയാണ് ഉണ്ടായിരുന്നത്. ലയന കരാറിൽ ഒപ്പുവെക്കാതെയും ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ചതുമായ നാട്ടുരാജ്യങ്ങളാണ് ഇവയൊക്കെ. അങ്ങനെ ഈ നാട്ടുരാജ്യങ്ങളെ പിന്നീട് അനുരഞ്ജന ചർച്ചകളിലൂടെയും സൈനിക നടപടികളിലൂടെയുമാണ് പിന്നീട് ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിച്ചത്. ഈ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കപ്പെട്ട നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികൾക്ക് പിന്നീട് പ്രിവി പഴ്സ് എന്ന ഒരു അധികാരം അനുവദിച്ച് നൽകുകയുമാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് പറഞ്ഞത്? ലയന കരാറിലൂടെയാണ് ഒരുവിധപ്പെട്ട നാട്ടുരാജ്യങ്ങളെയൊക്കെ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർത്തത് എന്ന്. അങ്ങനെ ലയന കരാറിൽ ചേരാത്ത നാട്ടുരാജ്യങ്ങളാണ് ജുനഗഡ്, കാശ്മീർ, തിരുവിതാംകൂർ, ഹൈദരാബാദ് എന്നിവ എന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ ജുനഗഡ് പിന്നീട് ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിക്കുന്നുണ്ട്. ഏത് രീതിയിലൂടെയാണ്? പ്ലെബിസൈറ്റ്, ജനഹിത പരിശോധനയിലൂടെയാണ്. ജുനഗഡിനെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിച്ച രീതി ജനഹിത പരിശോധനയാണ്. പിന്നീട് അപ്പോൾ എന്താണ് ഈ പ്രിവി പഴ്സ് എന്നത്? പ്രിവി പഴ്സ് എന്നാൽ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാരുമായി ചില കരാറുകളിൽ ഇന്ത്യ ഗവൺമെൻറ് ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള ഒപ്പുവെക്കലിനെ തുടർന്ന് രാജാക്കന്മാർക്ക് അധികാരവും വരുമാനവും ഒക്കെ നഷ്ടപ്പെട്ടൊരു സാഹചര്യമായിരുന്നു അന്നേരം ഉണ്ടായിരുന്നത്. ഇത് പരിഹരിക്കുന്നതിനായിട്ട് ഈ നാട്ടുരാജ്യങ്ങളിലെ ഭരണകുടുംബങ്ങൾക്ക് സർക്കാർ സാമ്പത്തികമായി ഒരു നിശ്ചിത തുക നൽകിയിരുന്നു. ഇതിനെയാണ് പ്രിവി പഴ്സ് എന്ന് പറഞ്ഞിരുന്നത്. ഇതിനായിട്ട് ഒരു ഭീമമായ തുക തന്നെ സർക്കാരിന് ചെലവായിരുന്നുവെന്ന് പിന്നീടത് 1971 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഭരണഘടനയുടെ 26ാം ഭേദഗതി പ്രകാരം പ്രിവി പഴ്സ് നൽകുന്നത് നിർത്തലാക്കി. ഇത് നേരത്തെ PYQയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒറ്റ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിൽ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ ചോദിച്ച് കാണാറില്ല. 1971 പ്രിവി പഴ്സ് നിർത്തലാക്കിയത് ആര് എന്ന രീതിയിലൊക്കെ ചോദിക്കാറുണ്ട്. ഇന്ദിരാഗാന്ധിയാണ്. 1971 ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ഭരണഘടനയുടെ 26ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം പ്രിവി പഴ്സ് നൽകുന്നത് നിർത്തലാക്കി. അപ്പോൾ ഇതിനെയാണ് പ്രിവി പഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ ആദ്യത്തെ 2 വെല്ലുവിളികളെ കുറിച്ച് കണ്ടു. അഭയാർത്ഥികളുടെ പുനരധിവാസം, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്നിവ. അടുത്തത് പോർച്ചുഗീസ് ഫ്രഞ്ച് അധീന പ്രദേശങ്ങളുടെ കൂട്ടിച്ചേർക്കലാണ്. പോർച്ചുഗീസ് ഫ്രഞ്ച് അധീന പ്രദേശങ്ങളുടെ കൂട്ടിച്ചേർക്കൽ. ഫ്രഞ്ച് പോർച്ചുഗീസ് അധീന പ്രദേശങ്ങളുടെ മോചനം എങ്ങനെയാണ്? 1947 ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വതന്ത്രമായതിനു ശേഷം രാജ്യത്തെ ചില പ്രദേശങ്ങൾ വിദേശ ശക്തികളായ പോർച്ചുഗീസുകാരുടെയും ഫ്രഞ്ചുകാരുടെയും അധീനതയിൽ തന്നെയായിരുന്നു. ഇതിനെതിരെ അതത് പ്രദേശങ്ങളിൽ ജനകീയമായ സമരങ്ങൾ ശക്തമായി. ഇതിനെ തുടർന്നുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റിന്റെ അഭ്യർത്ഥന മാനിച്ച് ഫ്രാൻസ് 1954 ഇന്ത്യ വിട്ടു പോകുന്നതിനായിട്ട് തയ്യാറായി. ഫ്രാൻസ് ഇന്ത്യ വിട്ടുപോയത് 1954 ഇതേ തുടർന്ന് പോണ്ടിച്ചേരി, മാഹി, യാനം,
കാരക്കൽ, ചന്ദ്രനഗർ എന്നീ ഫ്രഞ്ച് അധീന പ്രദേശങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന്റെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലാവുകയും ചെയ്തു. അപ്പൊ ഇവിടെ നോക്കിയാൽ മാപ്പ് നോക്കിയാൽ നമുക്കറിയാം ഫ്രഞ്ച് അധീനതയിലുണ്ടായിരുന്ന പ്രദേശങ്ങൾ ഇവിടെ നൽകിയിട്ടുണ്ട്. ഒരു പിങ്ക് കളർ പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കാരക്കൽ, പോണ്ടിച്ചേരി, മാഹി, യാനം, ചന്ദ്രനഗർ എന്നിവയാണ്. ഇപ്പൊ നമുക്ക് ലൊക്കേഷൻ ഏകദേശം ഐഡിയ കിട്ടിയല്ലോ. ഇവിടെ പോർച്ചുഗീസ് ഇന്ത്യയിലെ തങ്ങളുടെ അധീനതയിലുണ്ടായിരുന്ന ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങൾ വിട്ടു നൽകാൻ വിസമ്മതിക്കുകയാണ് ചെയ്തത്. എവിടെയാണ് അവയ്ക്ക്? ഗോവ, ദാദ്ര നഗർ ഹവേലി, ദാമൻ ആൻഡ് ദിയു എന്നിവയായിരുന്നു പോർച്ചുഗീസ് അധീനതയിലുണ്ടായിരുന്ന പ്രദേശങ്ങൾ. അപ്പോൾ ഇവിടെ 1954 ജനകീയ സമരത്തെ തുടർന്നുകൊണ്ട് ദാദ്ര നഗർ ഹവേലി പ്രദേശങ്ങളിലെ പോർച്ചുഗീസ് ആധിപത്യം അവസാനിച്ചു. 1954 തന്നെയാണ് ദാദ്ര നഗർ ഹവേലിയിലെ പോർച്ചുഗീസ് ആധിപത്യവും അവസാനിക്കുന്നത്. തുടർന്ന് 1961 സൈനിക നടപടിയിലൂടെ ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങൾ മോചിപ്പിക്കപ്പെടുകയും അവയെ ഇന്ത്യൻ യൂണിയനിലേക്ക് ലയിപ്പിക്കുകയും ചെയ്തത്. അപ്പൊ ഇവിടെ ഫ്രാൻസിന്റെ അധീനതയിലുണ്ടായിരുന്ന ഫ്രഞ്ച് അധീന പ്രദേശങ്ങളിലുണ്ടായിരുന്നവ കേന്ദ്ര ഗവൺമെന്റിന്റെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായി മാറി കേന്ദ്ര ഗവൺമെന്റിന്റെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലാവുകയാണ് ചെയ്തത്. എന്നാൽ ഇവിടെ പോർച്ചുഗീസ് അധീനതയിലുണ്ടായിരുന്നവ സൈനിക നടപടിയിലൂടെ ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങൾ മോചിപ്പിക്കപ്പെടുകയും അവ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുകയുമാണ് ചെയ്തത്. അപ്പം ഇങ്ങനെയാണ് ഈ ഒരു ഫ്രഞ്ച് പോർച്ചുഗീസ് അധീന പ്രദേശങ്ങളുടെ മോചനം സംഭവിക്കുന്നത്. അപ്പം ഏതൊക്കെയാണ് പ്രദേശം, എന്തെല്ലാമാണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ളത് മനസ്സിലായി. ഇതും PYQ തന്നെയാണ്. നമ്മളോട് ചോദിക്കാറുണ്ട് ഫ്രാൻസ്, പോർച്ചുഗൽ എന്നിങ്ങനെ എടുത്ത് ചോദിക്കാറുണ്ട്. ഫ്രാൻസിന്റെ അധിനിവേശ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? പോണ്ടിച്ചേരി, കാരക്കൽ, മാഹി, യാനം, ചന്ദ്രനഗർ എന്നിവയാണ്. ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കപ്പെട്ട വർഷം 1954. പോർച്ചുഗലിന്റെ അധിനിവേശ പ്രദേശങ്ങൾ ദാദ്ര നഗർ ഹവേലി ഇന്ത്യൻ യൂണിയനിലേക്ക് 1954 ചേർക്കപ്പെട്ടത്. ഗോവ, ദാമൻ, ദിയു എന്നിവ 1961 ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കപ്പെട്ടത്. ക്ലിയർ ആണല്ലോ. അപ്പൊ ആ ഒരു പോയിന്റും കഴിഞ്ഞു. അടുത്തത് ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന. സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന എന്നത് എത്രത്തോളം PYQയിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാവുന്നതായിരിക്കും. ഒരുപാട് തവണ നിങ്ങൾ എന്തായാലും കേട്ടിട്ടുണ്ടാവും. നമുക്ക് അവയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്കിവിടെ ആദ്യം നൽകിയിട്ടുള്ളത് മഹാത്മാഗാന്ധിയുടെ വാക്യമാണ്. എന്താണ്? ഭാഷാ പ്രവിശ്യകൾ രൂപീകരിച്ചാൽ അത് പ്രാദേശിക ഭാഷകൾക്കുള്ള ഒരു പ്രോത്സാഹനമായിരിക്കും. ഇപ്രകാരമാണ് ഗാന്ധിജി അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. ഇന്ന് നമ്മുടെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളും ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്, നമുക്കറിയാം. എന്നാൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് രാജ്യത്തെ ഭരണപ്രദേശങ്ങളിലെ അതിരുകൾ അഥവാ പ്രവിശ്യകൾ രൂപീകരിക്കപ്പെട്ടത് ഇത്തരത്തിലുള്ള മാനദണ്ഡങ്ങളുടെ ഒന്നും അടിസ്ഥാനത്തിലായിരുന്നില്ല. ഇവിടെ ആശയവിനിമയത്തിനും സംസ്കാര രൂപീകരണത്തിനും ഭാഷയ്ക്ക് ശക്തമായ സ്വാധീനമുണ്ട് എന്ന് മനസ്സിലാക്കൽ കൊണ്ടായിരിക്കാം ഭാഷാടിസ്ഥാനത്തിലാവണം ഭരണപ്രദേശങ്ങൾ നിർണയിക്കപ്പെടേണ്ടത് എന്ന ഒരു ശക്തമായ വാദം സ്വാതന്ത്ര്യ സമര കാലത്ത് തന്നെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ജനങ്ങളെ കൂടുതൽ അടുപ്പിക്കുന്നതിനായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാതൃഭാഷയ്ക്ക് ഊന്നൽ നൽകിയുള്ള ആശയങ്ങൾ പ്രകടിപ്പിച്ചു. അങ്ങനെ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാന കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനമാണ്. 1920 നാഗ്പൂർ സെഷനാണ്. 1920 നാഗ്പൂർ കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച് ഭാഷാടിസ്ഥാനത്തിൽ കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിക്കുന്നതിനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാനങ്ങളെ ഭാഷാടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിച്ചതുമായി ബന്ധപ്പെട്ട പ്രധാന ഘടകങ്ങളാണ് ഇവിടെ താഴെ നൽകിയിട്ടുള്ളത്. സംസ്ഥാന പുനഃസംഘടനയെ പറ്റി പഠിക്കുന്നതിനായിട്ട് SK ധർ അധ്യക്ഷനായി 1948 ഒരു ഭാഷാ പ്രവിശ്യ കമ്മീഷനെ ഭരണഘടനാ നിർമ്മാണ സമിതി നിയമിച്ചു. 1948 ഭാഷാ പ്രവിശ്യ കമ്മീഷനെ ഭരണഘടനാ നിർമ്മാണ സമിതി നിയമിച്ചു. അധ്യക്ഷൻ SK ധർ ആയിരുന്നു. SK ധർ. ഭരണഘടനാ നിർമ്മാണ സമിതി സംസ്ഥാന പുനഃസംഘടനയെ പറ്റി പഠിക്കുന്നതിനായിട്ടാണ് SK ധർ അധ്യക്ഷനായ ഈ ഒരു കമ്മീഷനെ നിയമിക്കുന്നത്. ഭാഷാ സംസ്ഥാനങ്ങൾ വേണമെന്ന ശക്തമായ ആവശ്യത്തെ പരിശോധിച്ചുകൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനായി ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ
എന്നിവർ ഉൾപ്പെട്ട JVP കമ്മിറ്റിയെ 1948 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും നിയോഗിച്ചു. 1948 തന്നെ JVP ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായി പട്ടേൽ, പട്ടാഭി സീതാരാമയ്യ JVP എന്നീ ഇവർ ഉൾപ്പെട്ടിട്ടുള്ള ഈ ഒരു JVP കമ്മിറ്റിയെ 1948 INC നിയോഗിച്ച കമ്മിറ്റിയാണ് ഈ ഒരു JVP കമ്മിറ്റി. ഇതെന്താണ്? ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ വേണം എന്നുള്ള ശക്തമായ ആവശ്യത്തെ തുടർന്നുകൊണ്ട് INC നിയമിച്ചിട്ടുള്ള ഒരു കമ്മിറ്റിയായിരുന്നു JVP കമ്മിറ്റി എന്നത്. പിന്നീട് തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവർക്ക് പ്രത്യേക ആന്ധ്ര സംസ്ഥാനം വേണമെന്ന ആവശ്യം കൂടുതലായി ഉയർന്നു വരികയും 1952 ഈ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പോറ്റി ശ്രീരാമലു നിരാഹാര സമരം ചെയ്യുകയും നിരാഹാര സമരം ചെയ്ത് മരണം വരിക്കുകയും ചെയ്തു. തെലുങ്ക് ഭാഷ സംസാരിക്കുന്നവർക്കായിട്ട് ആന്ധ്ര സംസ്ഥാനം രൂപീകരിക്കുക എന്ന ആവശ്യവുമായി നിരാഹാര സമരം തുടങ്ങിയ സ്വാതന്ത്ര്യ സമര സേനാനി ആരെന്ന് ചോദിച്ചാൽ പോറ്റി ശ്രീരാമലുവാണ്. 58 ദിവസത്തെ നിരാഹാരത്തെ തുടർന്നാണ് അദ്ദേഹം മരണം വരിച്ചത്, അല്ലെങ്കിൽ അദ്ദേഹം മരണമടഞ്ഞത്. അങ്ങനെ തെലുങ്ക് സംസാരിക്കുന്നവർക്കായിട്ട് ആന്ധ്ര സംസ്ഥാനം 1953 നിലവിൽ വരികയാണ്. ഇത്തരത്തിൽ ഇദ്ദേഹം, ഈ ഒരു പോറ്റി ശ്രീരാമലു എന്ന ഇദ്ദേഹം നിരാഹാര സമരം ചെയ്ത് മരണം വരിച്ച ഈ ഒരു സാഹചര്യത്തിൽ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുകയും തുടർന്നുണ്ടായ പ്രക്ഷോഭത്തിന്റെ ഫലമായിട്ട് 1953 ഒക്ടോബർ 1 ആന്ധ്ര സംസ്ഥാനം നിലവിൽ വരികയും ചെയ്തു. ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ക്വസ്റ്റ്യൻ. 1953 ഒക്ടോബർ 1 ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നു. തുടർന്ന് ജസ്റ്റിസ് ഫസൽ അലിയുടെ നേതൃത്വത്തിൽ സർദാർ KM പണിക്കർ, HN കുൻസ്രു എന്നിവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് സംസ്ഥാന പുനഃസംഘടന കമ്മീഷനെ, സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ കമ്മീഷൻ 1953 കേന്ദ്ര സർക്കാർ നിയോഗിച്ചു. ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിനായിട്ട് രൂപീകരിച്ച കമ്മീഷനായിരുന്നു ഈ ഒരു 1953 സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ എന്നത്. ഇതിന്റെ അധ്യക്ഷൻ, സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷനാണ് ജസ്റ്റിസ് ഫസൽ അലി. ഇദ്ദേഹം പട്ടാഭി സീതാരാമയ്യ JVP കമ്മിറ്റിയിലെ പട്ടാഭി സീതാരാമയ്യാണ്. പിന്നീട് ജസ്റ്റിസ് ഫസൽ അലിയെ നൽകിയിട്ടുണ്ട്. ജസ്റ്റിസ് ഫസൽ അലിയാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ. മറ്റ് അംഗങ്ങൾ ആരൊക്കെയായിരുന്നു? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ മറ്റ് അംഗങ്ങളാണ് സർദാർ KM പണിക്കർ, HN കുൻസ്രു, ഹൃദയനാഥ് കുൻസ്രു. മലയാളി അംഗമായിരുന്നു സർദാർ KM പണിക്കർ. അങ്ങനെ സംസ്ഥാനങ്ങളുടെ അതിർത്തി ഭാഷയുടെ അടിസ്ഥാനത്തിൽ പുനർനിർണയിക്കണമെന്ന് കമ്മീഷൻ ശുപാർശ ചെയ്യുന്നു. സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടനാ നിയമം 1956 പാസ്സാവുകയും ചെയ്തു. 1956 സംസ്ഥാന പുനഃസംഘടനാ ബില്ല് പാസ്സാക്കിയ ശേഷം പാർലമെന്റ് അതിന്റെ അടിസ്ഥാനത്തിൽ 1956 നവംബർ 1 14 ഭാഷാ സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും രൂപീകൃതമായി. 1956 നവംബർ 1 14 ഭാഷാ സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും രൂപീകൃതമായി. ഇതും നേരത്തെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. 1956 നവംബർ 1 14 ഭാഷാ സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് രൂപീകൃതമായത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവയെല്ലാമാണ് ഈ ഒരു ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പിന്നീട് മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നിവ 1960 നിലവിൽ വന്നു. 1960 മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നിവ നിലവിൽ വന്നത്. പഞ്ചാബ് നിലവിൽ വന്നത് 1966 1972 മണിപ്പൂർ, ത്രിപുര, മേഘാലയ എന്നീ സംസ്ഥാനങ്ങൾ നിലവിൽ വന്നു. 87 അരുണാചൽ പ്രദേശ്, മിസോറാം എന്നീ സംസ്ഥാനങ്ങൾ നിലവിൽ വന്നു. പിന്നീട് 2000 ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങൾ രൂപീകൃതമായി.
തുടർന്ന് 2014 ജൂൺ 2 തെലങ്കാനയും നിലവിൽ വന്നു. ഏകദേശം ഇതാണ് ആ ഒരു ടൈം ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു രൂപീകരണം, സംസ്ഥാനങ്ങളുടെ രൂപീകരണമൊക്കെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇവിടെ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞു. ഇവിടെ നോക്കിക്കേ, സ്വതന്ത്ര ഇന്ത്യ നേരിട്ട വെല്ലുവിളികളിൽ അഭയാർത്ഥികളുടെ പുനരധിവാസം, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം, പോർച്ചുഗീസ് ഫ്രഞ്ച് അധീന പ്രദേശങ്ങളുടെ കൂട്ടിച്ചേർക്കൽ, ഭാഷാടിസ്ഥാനത്തിനുള്ള സംസ്ഥാനങ്ങളുടെ പുനഃസംഘടന എന്നിവയും കണ്ടു കഴിഞ്ഞു. ബാക്കി 2 പോയിന്റ്സ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇത് മാത്രമല്ല, കുറച്ചുകൂടി കാര്യങ്ങൾ ഈ ഒരു അധ്യായത്തിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പറഞ്ഞ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ PYQ ആയിരുന്നു. അപ്പോൾ എല്ലാം തന്നെ കൃത്യമായി മനസ്സിലാക്കി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൂടെ നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പറും റെഫർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കാം. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.